അപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ പരീക്ഷിക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റോ ഫ്രണ്ട്സ്. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ? ഞാനും അടിച്ചു പൊളിച്ചു. അപ്പോൾ പച്ചടിയും കിച്ചടിയും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം ആയിട്ട് നമ്മൾ മടുത്തല്ലേ? അപ്പോൾ നമുക്കൊരു ചിക്കൻ ആയാലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം KFC ചിക്കൻ. ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് കുറച്ച് ചിക്കനാണ്. അതില്ലെങ്കിൽ എന്ത് KFC അല്ലേ? നമുക്ക് ഇതുപോലെ നല്ല തടിച്ചൊരു പീസാണ്, നമുക്ക് പീസ് പോലെ ഇങ്ങനെ കണ്ടിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ ആ ചിക്കനിൽ വരയൊക്കെ ഇടണം. ഉണ്ടോ? നമ്മുടെ മസാല കറി പിടിക്കാനായിട്ടോ കേട്ടോ. അടുത്തതായി നോക്കിക്കോളൂ, നമ്മുടെ മൈദ. അത് കഴിഞ്ഞ് കുറച്ച് കോൺഫ്ലവർ, അത് കഴിഞ്ഞ് കുറച്ച് ഓട്സ്, ചുമന്നുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ പൊടി, ഗരം മസാല, നല്ല കട്ടിയുള്ള തൈര്. പുളി കൂടാൻ പാടില്ല കേട്ടോ, പുളി കൂടിയാൽ പണി കിട്ടും. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്. ചെറുനാരങ്ങ ഇല്ലെങ്കിലും നമുക്ക് വിനാഗിരി ഉപയോഗിക്കാം കേട്ടോ. 2 മുട്ട ഉടച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിലോട്ട് കിടക്കാം. അതിനു മുന്നേ കുറച്ച് പണികളും കൂടെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ മിക്സിങ്ങിനായി ഞാൻ ആദ്യമേ തന്നെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, തെറ്റുവെല്ലാം പറ്റിയാൽ എന്നെ പറഞ്ഞേക്കരുത്. നമുക്ക് വേണ്ടത് നമ്മുടെ കോൺഫ്ലവർ. അപ്പോൾ ഇത് മൈദയുടെ 3:1 അളവിൽ മതി കേട്ടോ. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ മഞ്ഞൾ പൊടി അങ്ങോട്ട് ഇടാം. 1 സ്പൂൺ ഇടാവുള്ളൂ കേട്ടോ. ഇനി കശ്മീരി ചില്ലി പൗഡർ. അടുത്തതായി നമുക്ക് ഗരം മസാല, അതും ഇടണം. ആവശ്യത്തിന് ഉപ്പ് 1 സ്പൂൺ മതി കേട്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഇളക്കുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെ തിരുമ്മി ഇളക്കണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കനിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ ചിക്കനിൽ പടിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ പേസ്റ്റ് പരുവത്തിലാക്കിയ സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് ഇടാം. ചുമന്നുള്ളി പേസ്റ്റ് ഞാൻ ഈ സൈഡിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി പേസ്റ്റ്. ഇനി ഇഞ്ചി പേസ്റ്റ് നമ്മുടെ ദഹനത്തിനൊക്കെ നല്ല കേട്ടോ, എന്ന് വെച്ച് കുറേ കൂടുതൽ കൊണ്ട് ഇട്ടേക്കരുത്. നമ്മുടെ വെളുത്തുള്ളി. ഇപ്പോൾ തൈര് നടുക്കോട്ടങ്ങ് വയ്ക്കാം. ഇനി ഒരു ശകലം നാരങ്ങ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പൊടികൾ ഇതിൻ്റെ കൂടെ വീണ്ടും ചേർക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ പൊടികൾ അങ്ങോട്ടിടാം. അപ്പോൾ നമുക്ക് ഈ പൊടി അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കനിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് സാധനം. ഇതില്ലെങ്കിൽ പിന്നെ ചിക്കൻ പാളിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ മുട്ട, ഞാൻ പറഞ്ഞ മുട്ടയില്ലേ, അത് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. പിന്നെ മുട്ട നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മുട്ടയൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് അത് പറ്റിച്ച് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 കിലോ ഇറച്ചിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 മുട്ട എടുത്തത്. മുട്ടയൊന്നും കൂടിപ്പോരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഫ്രീസറിൽ 3 മണിക്കൂർ വെക്കാം. 5 മണിക്കൂർ വെക്കുവാണെങ്കിൽ ഈ ഇറച്ചി നല്ല സൂപ്പറായിരിക്കും. നമുക്കിത് ഫ്രീസറിൽ വെച്ചാലോ? ഫ്രീസറിൽ വെക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ ഈ മസാലയൊക്കെ എല്ലാം കയറി പിടിച്ച് നല്ല സൂപ്പർ ആവാനായിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഈ ഫ്രീസറിൽ അങ്ങ് വെച്ചിട്ട് കാണാം. ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഒന്ന് മഴ പെയ്തു, പിന്നെ ലൈറ്റും പോയി. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് ചെറിയൊരു ഷിഫ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്, ഫ്രീസറിലൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോയാലോ. ഇതാണ് നമ്മുടെ KFC ചിക്കൻ, അതോ ഫ്രീസറിൽ നിന്ന് എടുത്തത്. ഇനി നമുക്ക് ഇവനും പിന്നെ ഓട്സുമായിട്ട് ചില പണികളുണ്ട്. ഇനി നമുക്ക് പതിയെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ കണ്ട ആ ചിക്കൻ കാല്. അപ്പോൾ നമ്മൾ അത് കടിക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടുള്ള സാധനമല്ലേ, അത് നമ്മുടെ ഈ ഓട്സാണ്.
അതിങ്ങനെ ഇങ്ങനെ മണ്ടയിലോട്ടിട്ട് അതിങ്ങനെ പിടിച്ച് ഉണ്ടോ ഇങ്ങനെ ഒട്ടിക്കണം, അതിൻ്റെ ദേഹത്തോട്ട് ഒട്ടിക്കണം. പിന്നെ ഇതാണ് അമേരിക്കയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫാസ്റ്റ് ഫുഡ്. ഇപ്പോൾ ഇതിലേതാ ചിക്കൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇതാണ് നമ്മുടെ ചിക്കൻ. ഇങ്ങനെയുണ്ട്. ഇനി നമ്മുടെ എണ്ണ അടിപൊളിയായിട്ട് തിളച്ചു കണ്ടാ. ഇനി നമുക്ക് ഇവനെ അതിൻ്റെ അകത്തോട്ടിട്ടൊക്കെ പോരിക്കാം. കുട്ടാ അടിപൊളി. അവൻ തിളയ്ക്കുന്നതാണ്ടോ പാവൻ ചിക്കൻ. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ കോരി അവൻ്റെ ദേഹത്തോട്ടങ്ങ് ഒഴിക്കണം. എണ്ണ വെച്ച് അവനെ കുളിപ്പിക്കണം. അപ്പോൾ നമ്മൾ പീസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൊതി വരുന്നുണ്ടോ? നിങ്ങൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലെ അങ്ങ് ഇളക്കണം. പിന്നെ ചില പീസുകളെല്ലാം മറിച്ചു വിടണം. ഇത് റെഡി ആയി കഴിഞ്ഞ് കണ്ടോണം. KFC ചിക്കനേക്കാളും പൊളിയായിരിക്കും. ഇതൊരു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിട്ട് വേവിക്കാൻ. അതിൻ്റെ അകത്തോട്ടൊക്കെ ചെല്ലണ്ടേ. അതല്ലെങ്കിൽ പിന്നെ അത് ഫുള്ള് ഇടുവാണെങ്കിൽ തന്നെ അത് കരിഞ്ഞും പോവും, അതിൻ്റെ പുറം കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ ചിക്കൻ KFC ചിക്കൻ അല്ല, വേറെ ഏതെങ്കിലും ചിക്കനാവും. കുക്കിംഗ് എൻ്റെ ഒരു പാഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും പൊന്നും രണ്ടാണുങ്ങൾ. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു സഹായമായിട്ടെന്ന് വെച്ചാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. നിങ്ങളും കുക്കിംഗ് പഠിക്കണം കേട്ടോ. നമ്മുടെ KFC ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് കോരി മാറ്റി നോക്കാം. ഇപ്പം തന്നെ കൊതി വരുന്നു, മണം വരുന്നു, എന്ത് വരുന്നു എന്നറിയില്ല. അപ്പം നമ്മുടെ KFC ചിക്കൻ റെഡി. നമ്മുടെ KFCക്കകത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നോളില്ലേ, ഓർഡർ ചെയ്യുന്നോളില്ലേ. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ മഴ പെയ്തുകൊണ്ട് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സോസ് റെഡി, ചിക്കൻ റെഡി, ഫ്രഞ്ച് ഫ്രൈസ് റെഡി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പരീക്ഷിക്കാൻ പോവാണ്. സോസൊക്കെ മുക്കി അടിപൊളി ടേസ്റ്റോ. അതേപോലെ തന്നെയാണ് ടേസ്റ്റ് പോലെ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. നമ്മൾ ഫേസ്ബുക്കിലുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.